ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. ക്ലീനിങ് വീഡിയോ പാർട്ട് 2 ഗൈസ്. ഇന്ന് തന്നെ ചെയ്യണം വിചാരിച്ചു. എന്ന് വെച്ചാൽ ഗൈസ് ഇന്ന് ചെയ്തില്ലെങ്കിൽ പിന്നെ പണി കിട്ടും എന്നുവെച്ചാൽ വരൊന്നുമില്ല. ഇന്ന് ചെയ്യുക അത്ര തന്നെ. വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. എന്തെങ്കിലും കമൻറ്റ് കമൻറ്റ് ബോക്സ് അവിടെ തുറന്നിട്ടില്ലല്ലോ അല്ലേ ഗൈസ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. 32 സബ്സ്ക്രൈബേഴ്സിനായി ഇപ്പം നിൽക്കുന്നത് ഗൈസ്. അയ്യോ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം ഗൈസ്. പിന്നെ എന്തോ പറയാൻ വിചാരിച്ചല്ലോ. ഗൈസ്, നമ്മളെ ഗസ്ത ഗെയിംസ് ചാലഞ്ച് നാളെ വരും. നാളെ നമ്മളെ ചാനലിൽ വരും, ഉറപ്പാണ് ഗൈസ്. അത് ചെയ്ത് വെച്ചിട്ടില്ല, ഇന്ന് എന്തായാലും ചെയ്യും ഗൈസ്. എൻ്റെ നാളെ വരും, ഉറപ്പാണ് വീഡിയോ വരും ഗൈസ്. പിന്നെ എനിക്ക് മേക്ക് ഓവറൊക്കെ ചെയ്യണമെന്നുണ്ട്, അതിൻ്റെ വ്ളോഗും വരുന്നതാണ് ഗൈസ്. വെയിറ്റ് ഗൈസ്, നമ്മുടെ മച്ചാൻ ഇവിടെ ഉണ്ട് കേട്ടോ ഗൈസ്. പിന്നെ വേറെ ഒരു മറ്റേ സാധനം വാങ്ങിയിട്ടാണ് ഞാൻ കഴിഞ്ഞ ക്ലീനിങ് വീഡിയോ പാർട്ട് 1 പറഞ്ഞിരുന്നു ഗൈസ്. മറ്റേ സാധനം ഈ പ്ലഗിൽ ഇങ്ങനെ കുത്തുന്നൊരു സാധനം ഇല്ലേ, അത് ഇല്ല ഗൈസ്. ഇതല്ല, ഇത് റേഡിയോ ഉണ്ട് കേട്ടോ ഗൈസ്. ആ സാധനം വാങ്ങിയിട്ടുണ്ട്, അത് ഇപ്പോഴേ കൂടെ കുത്തണം ഗൈസ്. ഗൈസ് ചൂട് AC ഇട്ടിട്ടുണ്ട് കേട്ടോ, നല്ല തണുപ്പാണ് ഗൈസ്. അത് ചിലവരുടെ സംശയമാണ് ഗൈസ്, അതെന്ത് സാധനം ഗൈസ്. ഒരു പ്ലഗ് പോലത്തെ ഒരു സാധനം ഗൈസ്, മൾട്ടിപ്പിൻ അങ്ങനത്തെ പറഞ്ഞൊരു സാധനം ഗൈസ്. അത് വാങ്ങിയിട്ടുണ്ട്. അത് ആ പ്ലഗ് കുത്തിയിട്ട് നമുക്ക് എല്ലാടിക്കും എടുക്കാൻ പറ്റും ഗൈസ്. അത് ഞാൻ കാണിച്ചാൽ അപ്പുറത്തുള്ള ഗൈസ്. പിന്നെ വേറെ കാര്യം, ഇതുണ്ടല്ലോ, ഈ സാധനം ഇവിടെ കുത്താൻ കഴിയില്ല, ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഈ പ്ലഗില്ലേ, ഇത് ഒരു മിനിറ്റ്, ഇതെന്താണ് ഗൈസ്, ഇത് ഇവിടെ ഒരു മിനിറ്റ്, ഇത് കുറേ ഇങ്ങനെ വലിക്കാൻ പറ്റും ഗൈസ്. എൻ്റെ കണ്ട ഗൈസ്, ഇത് ഇവിടെ കുത്താൻ കഴിയില്ല, കണ്ട ഇങ്ങനെ ഉണ്ടാവുക, നേരെ അതിൻ്റെ ഉള്ളിൽ കയറൂല. അതുകൊണ്ടാണ് ഗൈസ് മറ്റേ സാധനം വാങ്ങിന് ഗൈസ്. അത് എടുത്തിട്ടും വരാം ഗൈസ്. ഇതാണ് ആ സാധനം ഗൈസ്. ഇതിൻ്റെ അകത്ത് കുത്താൻ കഴിയും ആ പ്ലഗ്. ഇത് നമ്മൾക്കിപ്പം ഇവിടെ കുത്തിയിട്ട് വേണം ഗൈസ് ഈ റൂം മൊത്തം വൃത്തിയാക്കാം ഗൈസ്. ഗൈസ് ക്ലീനിങ് വീഡിയോ ആൻഡ് റൂം ക്ലീനിങ്ങും കൂടിയാണ് ഗൈസ് ഇത്. എന്തായാലും റൂം ക്ലീൻ ചെയ്തിട്ട് 2 മാസമായി ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ബാക്കിൽ എല്ലാം അടിക്കും. ഇതിൻ്റെ മേടെ ഞാൻ ഇന്നലെ വൃത്തിയാക്കി ഗൈസ്, അതുകൊണ്ട് കുഴപ്പമില്ല. ബാക്കി എല്ലാം അടിക്കും, ഇതിൻ്റെ ഇടയിലും എല്ലാം അടിക്കും. ഇത് നമ്മൾ വൃത്തിയാക്കും ഗൈസ്. ഗൈസ് ഇനി നമുക്ക് ഇതിൻ്റെ പ്ലഗ് നേരെ അതിലേക്ക് കുത്തിയാക്കാം. ഓക്കെ ഗൈസ്, സെറ്റ്. ഇനി നമുക്ക് ഓണാക്കാം. ഓണാക്കിയിട്ടുണ്ട് ഗൈസ്. ഇനി ഇത് സ്റ്റാർട്ട് ആവണമെങ്കിൽ ഇതിൻ്റെ അടുത്ത് നമുക്ക് ഓൺ ചെയ്യണം ഗൈസ്. ഇവിടെ കണ്ട, ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇത് ഓണാവും. നോക്കോ ഗൈസ്, കണ്ട ശബ്ദം കണ്ട, അതങ്ങനെ ഓൺ ആയിക്കോളും ഗൈസ്. നമുക്കിപ്പം സ്വിച്ച് ഓഫ് ആക്കിയേക്കാം ഗൈസ്. അതിൻ്റെ ക്യാമറ ഇടയ്ക്കിടയ്ക്ക് ഒരു ബ്ലറാവുന്നുണ്ട് ഗൈസ്. വേറെ നല്ല എന്തോ ഒരു പ്രശ്നമുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. എന്താണെന്ന് എനിക്കും വ്യക്തം ഗൈസ്. ഇപ്പം ബ്ലറായിട്ടല്ലോ ഉള്ളത് ഫുള്ള്. ഇതൊരു പ്രശ്നമുണ്ട് കേട്ടോ ക്യാമറക്ക് ഗൈസ്. ഈ ക്യാമറക്ക് പ്രശ്നമില്ല, ബാക്കിലത്തെ ക്യാമറക്കാണ് പ്രശ്നം. ഇതിൻ്റെ തന്നെ തന്നെ വ്യക്തമായി കാണുന്നുണ്ടല്ലോ, വലിയ പ്രശ്നമൊന്നുമില്ല ഗൈസ്. ഇനിയുണ്ടല്ലോ ഈ സാധനം ഇതിൻ്റെ അകത്തേക്ക് ഇടണം. ഇതിവിടെ വലിയ പണിയൊന്നുമില്ല ഗൈസ്, വേഗമാവും. എന്നിട്ട് ഇത് ചെറുതൊന്നും നോക്കാം ഗൈസ്. അത് ഞാൻ കഴിഞ്ഞ വരെ കാണിച്ചെന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, അത്രയേ ഉള്ളൂ. ഇനി സ്റ്റാർട്ട് ചെയ്യുന്ന പരിപാടിയാണ്. നമുക്ക് സ്വിച്ച് ഓൺ ആക്കാം. ഓക്കെ, ഇനി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം ഗൈസ്. അത് ഗൈസ് ആദ്യം എവിടെ ക്ലീൻ ആകുന്നു, എങ്ങനെ ക്ലീൻ ആക്കുമെന്ന് ഒരു ഐഡിയ ഇല്ല ഗൈസ്. ആദ്യം ഈ കട്ടിലിൻ്റെ ഇടയിൽ ചെയ്യണം ഗൈസ്. ആദ്യം ഈ ഭാഗത്ത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ആക്കിയേക്കാം, അല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഓക്കെ, സ്വിച്ച് ഇട്ട് ഗൈസ്. നമുക്ക് ഇവിടുന്ന് ഓണാക്കാം. ഗൈസ് ഇത് ഓണാക്കി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരു തരം സ്മെല്ലായിരിക്കും ഗൈസ്. ഈ മിഷീൻ്റെ ഒരു സ്മെല്ലുണ്ട് ഗൈസ്. ഇത് ഓണാക്കി കഴിഞ്ഞാൽ ടപ്പോനോ റൂം അടച്ചിട്ടിട്ടാവുള്ള ഗൈസ്. AC ഇട്ടുകൊണ്ട് തുറക്കാനും കഴിയില്ല, ഒരുമാതിരി ആയിട്ടാവുള്ള ഗൈസ്. ഇടയിൽ ക്ലീൻ ആയിനി ഗൈസ്. ഈ ബെഡിൻ്റെ അടിയിൽ എങ്ങനെ കൊണ്ടുപോകണ്ടേന്ന് ആവുന്നില്ല എന്ന് ഗൈസ്. ഗൈസ് അതാ ഞാൻ ശ്രമിക്കുന്നത് ഗൈസിൻ്റെ അടിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അടിയിൽ ഫുൾ പൊടിയാട്ടാ. ഇത് ഒരു കൊല്ലായി തോന്നുന്നു വൃത്തിയാക്കാത്ത. ഞാൻ 2 മാസം മുമ്പ് വൃത്തിയാക്കിയതാണ്, പക്ഷെ ഒരു കൊല്ലായി വൃത്തിയാക്കാൻ ഞാൻ തോന്നുക.
ഗൈസ് അവിടെ മാത്രം ഉണ്ടായിട്ട് ഗൈസ് അടിയിലധികം പൊടിയില്ല, സൈഡിൽ മാത്രമേ ഉണ്ടായില്ല, അതുകൊണ്ട് വേഗം കഴിഞ്ഞത്. ഗൈസ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഉണ്ട് കേട്ടോ ചെറുങ്ങനെ, പക്ഷെ ഈ വയർ ഒരുമാതിരി ഗൈസ് ഇത് എങ്ങനെയല്ലോ നിൽക്കുകയാണ്. ഇപ്പോൾ ഓക്കെ. ഇതിങ്ങനെ ശരിക്കണം അല്ലേ? അത് ഞാൻ മറന്നുപോയി. ഇപ്പം വയറ് ക്ലിയറായി ഗൈസ്. ഓക്കെ സെറ്റ്. ഇനി ഗൈസ് ഇത് ഇവിടെ വെച്ചിട്ട് നമുക്ക് ഓണാക്കി വെക്കാം. മറ്റേ സാധനം അടിയിലേക്ക് പോയിട്ടുണ്ട്. എടുത്തു. അടി ഫുൾ ക്ലീൻ ആയിട്ടാ, ബെഡിൻ്റെ അടി ഫുൾ ക്ലീൻ ആയി. ആദ്യമായിട്ടാണ് ഫുൾ ക്ലീൻ ആക്കുന്നത്. അപ്പോൾ ഈ വയറ് തിരിച്ചെടുക്കാനാണ് പണി. സ്ഥലം തണുത്ത് കിട്ടാ, സാധാരണ ചൂടാവില്ല. എ സിയിലായതുകൊണ്ട് ഭയങ്കര തണുപ്പ്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെല്ലാം ക്ലീൻ ആയതിന് കേസ് കാണിച്ചു തരാം. എൻ്റെ പൊന്നോ, എന്നാലും ഉണ്ടല്ലേ പൊടി ഗായ്സ്, ഇനിയും ഉണ്ട് കേട്ടാ പൊടി. പക്ഷെ എങ്ങനെ ഈ വാക്വം ക്ലീനറിൻ്റെ മേലെ കയറ്റാൻ കഴിയില്ല. ഞാൻ ഇന്നലെ ഈ കസാരയിൽ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് എടുത്തത് കേസ്, എന്നാലും ഉണ്ട് കേട്ടാ. ഇതെങ്ങനെയാണ് ക്ലിയർ ആക്കുക? ഞാൻ അതിൻ്റെ മേലെ ഉള്ളു കേട്ടോ. കാക്കത്തൂവല ഗൈസ്, തൂവല് ഇതെങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്കൊന്നേ സ്ഥലത്തേക്ക് പൊടിയുണ്ട് ഗൈസ്. ഇതിൻ്റെ ഇടയിൽ നമുക്കിപ്പോൾ ക്ലീൻ ചെയ്യണം. ഇതിൻ്റെ ഇടയിൽ മറ്റേ സാധനം പോകുന്നില്ല. ഇതിൻ്റെ ഇടയിൽ ഫുൾ പൊടിയാണ് ഗൈസ്. ക്യാമറയിലധികം കാണുന്നില്ല ഗൈസ്, പക്ഷെ ഫുൾ പൊടിയാണ്. നമുക്കെന്നാ ആദ്യം ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കണം, പക്ഷെ ഇത് വലിച്ച് ഇങ്ങോട്ടേക്ക് ഇടണം. ഓക്കെ ഗൈസ്, കണ്ടോ ഫുൾ പൊടിയാണ്. നമുക്കിനി ഈ സാധനം വെച്ച് ഇവിടത്തേക്ക് ആക്കിയേക്കാം. കുറേ പൊടി കയറുന്നുണ്ട്, കുറേ പൊടി കയറി. ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്, ഞാൻ നല്ല വൃത്തിക്ക് നിങ്ങൾക്ക് കാണും. ഗൈസ് എൻ്റെ ഉള്ളിൽ ഫുൾ വൃത്തിയായിട്ടോ ഗൈസ്. ഇങ്ങനെ ക്യാമറ ഒരുമാതിരി എൻ്റെ പഴയ ഫോണുമാണ് ഗൈസ്, നേർക്ക് കാണൂല ഗൈസ്. ഇതിൻ്റെ അകത്ത് പരുത്തി ഫുൾ പോയി. ഇനി എവിടെയാ ഗൈസ്? ഇനി മേലെയാണ് കേട്ടോ. മേലയിൽ എങ്ങനെ ക്ലീൻ ചെയ്യണമെന്നൊരു ഐഡിയ ഇല്ല ഗൈസ്. ഈ സാധനം എങ്ങനെ മേലെ കയറ്റാനാണ് ഗൈസ് ഞാൻ? ഗൈസ് ബെഡിനെ കയറ്റിയിട്ടാകുമ്പോൾ കുറച്ച് കളയാൻ പറ്റും ഗൈസ്. ബെഡിനെ വേണേൽ കയറ്റിയാലോ, പക്ഷെ ബെഡിനെ വേണേൽ എങ്ങനെ കയറ്റുക ഗൈസ്? ആദ്യം പില്ലോലെടുത്ത് അങ്ങോട്ട് ചാടാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഫാനിൻ്റെ മേലെ കയറ്റണം, എന്നിട്ട് മേലെ ക്ലീൻ ചെയ്യണം ഗൈസ്. സ്വിച്ച് ഓഫ് ആക്കിയിട്ടുണ്ട്. ഞാൻ കയറ്റുമ്പോൾ തന്നെ ഓണാക്കിയില്ല. ഓ മാൻ, അടി പൊടിയുണ്ട് തീർന്നു ഗൈസിൻ്റെ. അടി പൊടിയൊന്നും ഇല്ലാന്ന് തോന്നുന്നു ഗൈസ്. ബെഡിൻ്റെ മേലെ വെച്ച്, പക്ഷേ ഒരു പ്രശ്നം പറ്റി. ഈ സാധനം താഴേക്കാണ്, അവിടെ വയറ് ടൈറ്റായി ഗൈസ്. ഇപ്പം വയറ് ലൂസാക്കിയിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ വലിച്ച് ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഓക്കെ, നമുക്ക് ഓൺ ചെയ്തേക്കാം. ഓക്കെ, ഇനി ഈ സാധനം മേലേക്ക് കൊണ്ടുപോകണം. അതായത് ഞാൻ ഇതിൻ്റെ മേലെ കയറണം. ഓക്കെ ഗൈസ്, ഇവിടെയാണ് കേട്ടോ ഫുൾ പൊടിയുള്ള. ഓ മാൻ ഗൈസ്, എല്ലാം വൃത്തിയാവുന്നുണ്ട് കേട്ടോ.
ഗൈസ് എൻ്റെ ഫോൺ താഴേക്ക് വീണ് കേട്ടോ. ഗൈസ് ഞാൻ ഇങ്ങനെ വ്ലോഗ് ചെയ്യുന്നത് ആദ്യമായിട്ടായിരിക്കും. ഇപ്പോൾ ഫ്രണ്ട് ക്യാമറ കേട്ടോ എൻ്റെ കയ്യിലുള്ള. ഗൈസ് അങ്ങനെ ഫേസിൽ എങ്ങനെയാണോ നേർക്ക് കാണുമെന്ന് അറിയില്ല ഗൈസ്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ക്യാമറ വെച്ചിട്ടുള്ളത്. എന്തായാലും കുറച്ച് വൃത്തിയായിട്ടുണ്ട്. മേലെ ഫുൾ വൃത്തിയായി. ഇനി ഇപ്പുറത്തെ സൈഡിൽ എന്തായാലും കൊണ്ടുപോകാൻ കഴിയും. സാധനം മേലെ കയറാൻ കഴിയും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഗൈസ്. നോക്കറാ ഇതെങ്ങനെയൊന്നും തീടിയൊന്നും വെക്കാൻ കഴിയില്ല. താഴെ വെച്ചാൽ തയക്കും. അല്ല താഴെയൊക്കെ വെച്ചാൽ എത്തൂല ഗൈസ്. ഇവിടെ വെച്ചാൽ തയക്കും. ഇവിടെ എങ്ങനെയായാലും വൃത്തിയാക്കാൻ കഴിയില്ല ഗൈസ്. അവിടെ ആവില്ല. എന്തെങ്കിലും ഒരു വലിയ ഏണിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗൈസ് കയറി നിന്നിട്ട് ചെയ്യായിരുന്നു. അല്ല കയറി നിന്നിട്ട് ചെയ്യാൻ കഴിയില്ല. ഈ സാധനം താഴെ ഉണ്ടാവുക. ഇത് ഇത്രയും നീളമുള്ളൂ ഗൈസ്. നോക്കറാ ഇത്രയും നീളമുള്ളൂ. എന്നാലും ഇത് ആവില്ല ഗൈസ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഗൈസ്. എന്തായാലും ഇപ്പം ഇത്രയും വൃത്തിയാക്കി കഴിഞ്ഞ് ഇനി എന്തായാലും ഇതിൻ്റെ മേലെ ആവില്ല. മറന്നേക്ക് ഫുൾ പൊടിയാ കേട്ടോ. ഇനി തുറന്നു നോക്കിയാലേ മനസ്സിലാവും. ഇതിൻ്റെ ഫുൾ പരുത്തിയിലായിരിക്കും. 2-3 കോട്ടിയിൽ എൻ്റെ ഉള്ളിൽ കയറിയിരുന്നു തോന്നുന്നു. നമുക്ക് ഓഫാക്കി വെക്കാം. ശരി നമുക്കിതെടുത്ത് താഴേക്ക് ഇട്ടേക്കാം. താഴേക്ക് വെച്ചേക്കാം. ഗൈസ് ഇതെല്ലാം കൂടി പണിയാണല്ല. ഓഫ് ഗൈസ് ഒരു മിനിറ്റ്, ഇത് ഊരാൻ പറ്റുന്നില്ലല്ലോ. ഓക്കെ ഗൈസ് ഇത് ഊരിട്ടോ. ഗൈസ് ഈ കുഴൽ കഴിഞ്ഞു. ഗൈസ് ഇതിൻ്റെ ഉള്ളിൽ പൊടിയുണ്ടോ നിങ്ങൾ നോക്ക്. ഞാൻ നോക്കുന്നില്ല. അടിപൊളി സാധനം ഗൈസ്. ഓക്കെ നമുക്കെന്നാ ഇത് താഴേക്ക് ഇട്ടേക്കാം. എന്തായാലും കഴിഞ്ഞ വീഡിയോനെക്കാണെങ്കിൽ നല്ല ലെങ്ത് ഉണ്ടായെന്ന് വിചാരിക്കുന്ന ഗൈസ്. കുറച്ചൊക്കെ വൃത്തിയാക്കുന്ന എന്തായാലും ഇതിനകത്ത് ക്ലിപ്പ് എടുത്തിട്ടുണ്ട് ഗൈസ്. ബാക്കി നല്ല വൃത്തിയാക്കാൻ കഴിയില്ല ഗൈസ്. മേലെയാണ് അത് എങ്ങനെ വൃത്തിയാക്കും ഗൈസ്. ഈ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഏണീൻ്റെ വേറെ 2 ഉണ്ടെങ്കിൽ ഒന്നി മറ്റേ മേലൊക്കെ വെച്ചിട്ട് ഞാൻ മേലെ കയറിയിട്ട് എടുക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ ആവില്ല. ഇതെന്തായാലും താഴെ തന്നെ വെക്കേണ്ടി വരും. ആവില്ല ഗൈസ്. വിട്ടെ ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. കുറച്ച് എൻ്റർടൈൻമെൻറ്റ് ആയിരിക്കാം. ചിലപ്പോൾ ക്ലീനിങ് ഇതെല്ലാം എൻ്റർടൈൻമെൻറ്റ് ആണെന്ന് നമുക്ക് തന്നെ അറിയില്ല ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. പുതിയൊരു ചാലഞ്ച് ഗൈസ്. അടുത്ത ചാലഞ്ച് ഗസ് ദ ഗെയിംസ് ചാലഞ്ച് ഗൈസ്. അത് നാളെയോ മറ്റന്നാളോ ആയിട്ട് വരും ഗൈസ്. പിന്നെ മേക്ക് ഓവർ വ്ളോഗും വരും ഗൈസ്. എന്തായാലും മേക്ക് ഓവർ ചെയ്യണം. നോക്കറ ഗൈസ്. മുടിയിൽ വളർന്നിട്ട് കിടക്കിടക്ക് കണ്ണ് കാണൂല ഇങ്ങനെയായിട്ട്. മുടിയിലെ മുറിക്കണം ഗൈസ്. അതിൻ്റെ വ്ളോഗ് എന്തായാലും ചെയ്തേക്കാം. മേക്ക് ഓവർ ഡാസിൽ നമ്മൾ കഴിഞ്ഞ ചാനലാണ് ഗൈസ്. എൻ്റെ ബാനായി പോയ ചാനൽ ഉണ്ടായിരുന്നു ഗൈസ്. ഡാസിലിൻ്റെ നമ്പറൊക്കെ ചാനലിൽ പോയോണ്ടായി ഗൈസ്. അവിടെ തന്നെ പോകുന്നത് ഗൈസ്. എന്തായാലും അവിടെ തന്നെ പോയിട്ട് ഫുൾ മേക്ക് ഓവർ ചെയ്യണം ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. പുതിയൊരു വ്ളോഗായി വരാം ഗൈസ്. ബൈ ബൈ.